എത്രയോ വളരെ വ്യവസ്ഥാപിതമായിട്ടാണ് മനുഷ്യൻ്റെ ശരീരം അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു മഹാ ഫാക്ടറി പോലെ ഞാനൊരു വീഡിയോയിലേക്ക് വരുന്നു. നമുക്ക് നമ്മെ വിലയിരുത്താനും നമ്മുടെ ജീവിതം 10 കൊല്ലം മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ 50 വർഷം നാം ജീവിക്കുമ്പോൾ എന്തെല്ലാം പ്രക്രിയകൾ നമ്മുടെ ശരീരത്തിലൂടെ സംഭവിക്കുന്നുവെന്നത് ഒരുപക്ഷെ ബയോളജി ക്ലാസ്സിൽ നിന്നും അതല്ലെങ്കിൽ നിങ്ങളുടെ രസതന്ത്ര പഠനങ്ങളിൽ നിന്നും അതല്ലെങ്കിൽ ക്ലാസ് മുറിയുടെ പരിസരത്തു നിന്നും A+കൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾക്കിടയിൽ അതല്ലെങ്കിൽ കെയർലെസ്സായ പഠനത്തിൻ്റെ രീതികൾക്കിടയിൽ നാം വായിക്കാതെ പോയ ചില കാര്യങ്ങൾ ഗൗരവപൂർവ്വം വായിക്കാൻ വേണ്ടി ഒരു വീഡിയോ ദൃശ്യത്തിലേക്ക് ഞാൻ വരുന്നു. ആ വീഡിയോ ദൃശ്യത്തിൻ്റെ കൂടെ എഴുതിയ കമൻസുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു മഹാ ഫാക്ടറിയാണ്, ശബ്ദ ശല്യങ്ങളില്ലാത്ത അതല്ലെങ്കിൽ പുകയുടെ ദ്രോഹങ്ങളില്ലാത്ത, തൊഴിലാളി സമരങ്ങളില്ലാത്ത, അതല്ലെങ്കിൽ ഹർത്താലുകളും ബന്ദുകളുമില്ലാത്ത, പണിമുടക്കാത്ത ഒരു മഹാ ഫാക്ടറി. ആ ഫാക്ടറിയുടെ ദൃശ്യം കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക, എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന്. നമ്മുടെ ശരീരത്തിൽ 24 മണിക്കൂറും ഇത്രയും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിന് പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്ന നമ്മൾ, പ്രശംസ ആഗ്രഹിക്കുന്ന നമ്മൾ. വളരെ വയസ്സായ ഒരാൾ ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. അയാൾക്കൊന്ന് സീറ്റ് നീങ്ങിക്കൊടുത്താൽ അയാൾ ഇരിക്കുമ്പോൾ ഒരു താങ്ക്സ് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു വിമർശന ബുദ്ധി ഉണ്ടാകും. ആരെങ്കിലും നമ്മളെ കാലിലൊന്ന് ചവിട്ടിയാൽ ഒരു സോറി പറയാതെ കടന്നുപോയാൽ നമുക്ക് പ്രതിഷേധം ഉണ്ടാകും. ഇപ്പോൾ ആയിരങ്ങളിരിക്കുന്ന സദസ്സിൽ നമുക്ക് ഓരോരുത്തർക്കും തനിച്ചാകാൻ കഴിയണം. ഞാനെന്ന ആത്മവിമർശനത്തിൻ്റെ ലോകത്തേക്ക് തിരിച്ചെത്തി നമുക്ക് ചോദിക്കാൻ പറ്റണം. വേറെ പലർക്കും വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഫോട്ടോ, ധോണിയുടെ ഫോട്ടോ പേഴ്സിൽ സൂക്ഷിച്ച സുഹൃത്തുക്കൾ ഇവിടെ ഇരിക്കുന്നില്ലേ? ഏതെങ്കിലും ഒരു പുതിയ ഫിലിം വരുമ്പോൾ ആ ഫിലിമിനനുസരിച്ച് മുടി, അതിലെ സ്റ്റാറിൻ്റെ രീതിക്കനുസരിച്ച് മുടി ചെത്തി കൂർപ്പിക്കുന്നവർ നമ്മുടെ അരികിൽ ഇരിക്കുന്നില്ലേ? ലോകത്ത് പാടപ്പെടുന്ന പാട്ടുകൾക്കൊപ്പം ഈണം പിടിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്നില്ലേ? അവർക്കൊക്കെ വേണ്ടത് നടക്കുന്നുണ്ട്. പല ക്യാമ്പസ് വിസിറ്റുകൾക്കും ചെല്ലുമ്പോൾ ക്യാമ്പസിലെ ഹോസ്റ്റൽ മുറിയിൽ സച്ചിൻ ടെണ്ടുൽക്കറും ധോണിയും ഋത്വിക് റോഷനും മമ്മൂട്ടി, മോഹൻലാലൊക്കെ ഉണ്ടാകും അല്ലേ? രാവും പകലും ചുമരിലുണ്ടാകും. അവരൊക്കെ നമ്മൾ ഓർക്കുന്നു, അവർക്ക് വേണ്ടതൊക്കെ നമ്മൾ ചെയ്യുന്നു. ഹയ്യാലസ്വലയും ഹയ്യാലൽ ഫലയും പള്ളിമിനാരങ്ങളിൽ നിന്ന് നമ്മുടെ കാതുകളിലേക്ക് എത്തുമ്പോൾ ഒരിക്കൽ പോലും ഒരു സ്വിച്ച് ഓൺ ചെയ്യാതെ, എന്തെങ്കിലും ഒരു നടപടിക്രമം ചെയ്യാതെ ഈ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് വേണ്ടി നിർവഹിച്ചു തരുന്ന പടച്ച തമ്പുരാന് വേണ്ടി ഞാൻ എന്തു ചെയ്തു, എൻ്റെ ജീവിതത്തെ ഞാൻ എങ്ങനെ നോക്കുന്നു? അതാണ് ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. ജീവിതത്തെ കുറച്ച് ശ്രദ്ധിച്ചുപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. വെള്ളിയാഴ്ച വൈകുന്നേരം ആരംഭിച്ച ഈ മഹത്തായ സംഗമം, ഈ സംഗമത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അതിൻ്റെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ വളരെ അതിജീവിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ പോയത്. ഇന്ന് എനിക്കുണ്ടായൊരു കൗതുകം എന്താണെന്ന് വെച്ചാൽ, രാത്രി 1:30 മണിക്കാണ് നമ്മുടെ പെൺകുട്ടികളിൽപ്പെട്ട ചിലരെ നമ്മൾ അക്കമഡേഷൻ കേന്ദ്രത്തിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ ടാർഗറ്റ്, നമ്മൾ എത്തേണ്ടത് അവിടെയാണ്.
10-11 അക്കമഡേഷൻ കേന്ദ്രങ്ങളിൽ നമ്മൾ എത്തേണ്ടത് ആദ്യം അവിടെയാണ്. കാരണം അവരായിരിക്കും ലേറ്റ് ആവാൻ സാധ്യത എന്ന് വിചാരിച്ച് ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ ബാഗൊക്കെ തൂക്കി റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു. ഇങ്ങനെ കടന്നു പോണ പെൺകുട്ടികളോട് ബോധപൂർവ്വം നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാണ് ചെയ്യുക. പക്ഷേ ഞാനൊന്ന് മുന്നോട്ട് ചെന്നിട്ട് ചില കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് വിഷമായോ? അവർ ഉത്തരം ഇല്ല എന്നായിരുന്നു. കുറച്ചു നേരം ക്യൂ നിന്നു എന്നാണ്. ആ ക്യൂ നിൽക്കലിൽ പോലൊരു പാടുണ്ട്. നമ്മളെ വാപ്പ, വിദേശത്ത് പ്രവാസിയായ വാപ്പ 16 ആളുള്ള റൂമിൽ ടോയ്ലറ്റിന് വേണ്ടി എന്നും വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? എന്നും വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെ കുറച്ചേ വെയിറ്റ് ചെയ്യുന്നുള്ളൂ. അത്തരം ചില പാഠങ്ങൾ കൂടിയുണ്ട്. ഞാൻ എൻ്റെ വിഷയത്തേക്ക് തിരിച്ചു വരുന്നു. അതുകൊണ്ട് വളരെ സീരിയസ് ആയൊരു ചോദ്യം ഈ 3-ാം ദിവസം സമാപന സെഷനിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങളോട് ചോദിക്കുക, ഞാൻ എൻ്റെ ജീവിതത്തെ സൂക്ഷിച്ചുപയോഗിക്കുന്നുണ്ടോ? ജീവിതത്തിൻ്റെ പരിസരത്തുള്ള പലതിനെയും സൂക്ഷിച്ച് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ നോക്ക്, 700 കോടി തലച്ചോറുകളിലെ കേവലം ഒരു തലച്ചോറായ എൻ്റെ തലച്ചോറിലെ കോടിക്കണക്കിന് സെല്ലുകളിലെ ആ ഓരോ സെല്ലിലുമുള്ള ലക്ഷക്കണക്കിന് DNA-കളിലെ കേവലം ഒരു DNA-ക്ക് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 1000 വോള്യങ്ങളുള്ള എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ ഉള്ളിലെ കണ്ടന്റ് കൊള്ളുമെങ്കിൽ 32 GB മെമ്മറി കാർഡ് ആദ്യം വന്ന ദിവസം അതിനെക്കുറിച്ച് അത്ഭുതപ്പെട്ടത് ഫോണിലിട്ട് പലർക്കും കാണിച്ചു കൊടുത്ത നമ്മുടെ ബയോളജി പാഠങ്ങളിലും നമ്മുടെ ക്ലാസ് മുറികളിലെ പാഠങ്ങളിലും ഈ പാഠം പഠിച്ചപ്പോൾ അൽഹംദുലില്ലാ എന്ന് ഹൃദയത്തിൽ എഴുതി വെച്ചിട്ടില്ല. അൽഹംദുലില്ലാ പറയാൻ എന്തെല്ലാം ഉണ്ട് നമുക്ക്. നമ്മൾ കുടിക്കുന്ന ഒരിറ്റു വെള്ളം, ആ ഒരിറ്റു വെള്ളത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ ഇപ്പം ജലവുമായി ബന്ധപ്പെട്ടൊരു ക്യാമ്പയിൻ നടക്കുകയാണ്. ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദിൻ്റെ നേതൃത്വത്തിൽ. ദൈവാനുഗ്രഹമാണ്, അത് പാഴാക്കരുത്, നമ്മൾ പങ്കുവെക്കുകയാണ് വേണ്ടത് എന്ന നിലക്ക്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഷെയർ ചെയ്തൊരു വീഡിയോ ഉണ്ട്. കയ്യിൽ ഒരു മത്സ്യത്തെ ഇട്ടിരിക്കുകയാണ്. ചത്തൊടുങ്ങാൻ നിൽക്കുന്ന മത്സ്യം, ചില സുഹൃത്തുക്കളൊക്കെ കണ്ടിട്ടുണ്ടാകും. ചത്തൊടുങ്ങാൻ നിൽക്കുന്ന ആ മത്സ്യത്തിന് ഇങ്ങനെ വെള്ളത്തുള്ളികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തുള്ളികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മത്സ്യം ജീവിതത്തിലേക്ക് മെല്ലെ പ്രതീക്ഷകളിലേക്ക് അതിങ്ങനെ കടന്നു വരുന്നത് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ജീവിതത്തിൻ്റെ സുപ്രതീക്ഷകളിലേക്ക് ആ മത്സ്യം ഇങ്ങനെ കയറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ നമ്മൾ പാഴാക്കുന്ന ഒരു തുള്ളി വെള്ളം, ആ വെള്ളം നിർവഹിക്കുന്ന ദൗത്യമാണത്. ഇങ്ങനത്തെ എന്തെല്ലാം ഘടകങ്ങൾ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ പടച്ചതമ്പുരാൻ പരിരക്ഷിച്ചു കൊണ്ടുപോകുന്നത് എന്നത് നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതാണ്. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും അത്ഭുതങ്ങളുടെ പ്രളയത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്, അല്ലേ? അത്ഭുതങ്ങളുടെ പ്രളയങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ നമുക്ക് നമ്മെ മാത്രം നോക്കാൻ നേരമില്ല, നമുക്ക് നമ്മോട് മാത്രം ചോദ്യം ചോദിക്കാൻ ധൈര്യമില്ല. ഞാൻ അങ്ങനെ പറയാം. ഞാൻ ശരിയല്ലെന്ന് ഉറക്കെ പറയാനും എന്നെ വിമർശിക്കാനും എന്നെ തിരുത്താനുമുള്ള എൻ്റെ ചങ്കുറപ്പില്ലായ്മയാണ്. ഫ്രണ്ട്സ് എന്ത് ചിന്തിക്കും, സമൂഹം എന്ത് ചിന്തിക്കും, കൂട്ടുകാരെന്ത് ചിന്തിക്കും എന്ന പേടിയാണ് യഥാർത്ഥത്തിൽ നമ്മെ നയിക്കുന്നത്. വീഡിയോ, ഓഡിയോ, ഇമേജസ് തുടങ്ങിയവ നിത്യവും നിങ്ങളുടെ വാട്സാപ്പിലെത്താൻ ഈ നമ്പർ സേവ് ചെയ്യുകയും ഇതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.